ഇപ്പം ഗീതുവിൻ്റെ കൂടെയും അഞ്ജലി മേനോൻ്റെ കൂടെയും വർക്ക് എങ്ങനെയാണ് സ്ത്രീ സംവിധായകരുടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഇതെന്താണ്? ഇല്ല, ഇവർ രണ്ടുപേരും എക്സ്ട്രീംലി ടാലൻറ്റഡ് ഡയറക്ടേഴ്സാണ്. അതിനപ്പുറത്തേക്ക് അവർ സ്ത്രീകളായതുകൊണ്ട് മാത്രം അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂത്തോനിലെ ആ ഒരു ലവ് സ്റ്റോറി അത് അത്രയും സെൻസിറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയത് ഗീതു ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ, അതോ ഇസ് ഇറ്റ് ജസ്റ്റ് ഗീതു ദ റൈറ്റർ ഓർ ഗീതു ദ പേഴ്സൺ? അതുപോലെ ഇപ്പം കൃഷിൻ്റെ തോട്ട്സ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയത് അഞ്ജലി മാം സ്ത്രീ ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ക്ലിയർ ആയിട്ടൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എനിക്കറിയില്ല അതിനകത്ത് ആ ജെൻഡറിൻ്റെ റോള് ശരിക്കും എന്താണെന്നുള്ളത്. ഇവർ രണ്ടുപേരും ടാലൻറ്റഡ് ഡയറക്ടേഴ്സ് ആണെന്നുള്ളതും അവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്തപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായെന്നുള്ളതും മാത്രമേ. ഞാൻ ചോദിച്ചത് അവരുടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസിന് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ അഞ്ജലി മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പോയിന്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, കൃഷി ഈ സമയത്ത് എന്തായിരിക്കും ആലോചിക്കുന്നതെന്ന് മാത്രം അഞ്ജലി മാം എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്ന് പറഞ്ഞു പോയിട്ട് അതിന് മുമ്പത്തെ ഷോട്ടും അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടും തമ്മിൽ ഞാൻ ഒരു ബെറ്റർ ആക്ടർ ആയതുപോലെ എനിക്ക് തോന്നി. ജസ്റ്റ് ചെവിയിൽ വന്നൊരു കാര്യം പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒരു ഡയറക്ടർക്ക് ഒരൊറ്റ സെൻറ്റൻസിലൂടെ ഒക്കെ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കഴിവ് തന്നെയാണ്. ആൻഡ് ഫോർ ആൻ ആക്ടർ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് എക്സ്പീരിയൻസ്. അപ്പോൾ അത് എങ്ങനെ ജെൻഡറിലേക്ക് കണക്ട് ചെയ്യണമെന്നുള്ളതിൽ മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൂ.